പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ ഉടമ്പടി, നമ്മൾ മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഈ ദൈവിക സ്വർഗീയ പദ്ധതി, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മരിയൻ്റെ ഉടമ്പടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും കർത്താവ് നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ്. വ്യക്തിപരമായ ചില സമയങ്ങളിൽ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജപമാല സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന്. നമ്മുടെ മരിയൻ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത്. ചിലർ ബുധനാഴ്ച വെള്ളിയാഴ്ചയൊക്കെ കൂടും, അങ്ങനെയല്ല. ചിലർ കച്ചകെട്ടി അതിന് ആ സമയം ഫ്രഷായിട്ട് തന്നെ ആ ഓൺലൈനിൽ തന്നെ കൂടും. ബാക്കി അവർ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ്, കർത്താവേ ആ 11:30 മണി ചൊവ്വാഴ്ച 11:30 മണി മുതൽ 1 മണി വരെ ആരും ഞങ്ങളുടെ വീട്ടിൽ വരല്ലേ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ ചൊവ്വാഴ്ച 11, ദാറ്റ് മീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ ടി വിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഓരോരുത്തരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, പ്രവാചകനായി സ്വീകരിക്കുന്നവന് അതിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത്, അറിവ് വരുന്നത്. നീതിമാനെ മത്തായി 10:41 സുവിശേഷം 10:41 വാക്യം. പ്രവാചകനായി സ്വീകരിക്കുന്നവന് പറഞ്ഞേ, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം, അല്ലേ? നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മുടെ അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക. അതെ, മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും
വികസിപ്പിച്ചെടുക്കുക. അതാണ്, അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. എന്താ കാര്യം? നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ? പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് എന്താണ്? ക്രൈസിസ് ഫോർ ഓൾ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ ശ്രുതിയുടെ ഹല്ലേലൂയ. ലൂക്ക 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം ക്രിസ്തു ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്? സകല മനുഷ്യർക്കും വേണ്ടിയാണ്. സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ്? ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവം വിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതയ്ക്ക് ദൈവം സഭയെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, അതുകൊണ്ടാണ് സഭ മിഷണറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ 50% വർക്ക് മരവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം. അതാണ് വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നറിയത്തില്ല, ഒരു SJ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ച്, അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചു. പ്രശ്നം എന്താ ചോദിച്ചു. പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ്, എന്താണ് പഠിപ്പിക്കണേ? അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത്, ഞാൻ എന്താ പഠിപ്പിക്കണത്? കാര്യം മാത്സാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലേ. സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നാൽ പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിലില്ലേ. അച്ഛന്മാരെക്കാൾ നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് പഠിപ്പിക്കണത്? അപ്പോൾ പുള്ളിക്കാരൻ പാവപ്പെട്ടവന് വെറുതെ പറഞ്ഞത്, ഞാൻ നല്ല ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും, മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും, ക്രിസ്ത്യൻസിനെ ഞാൻ നല്ല ക്രിസ്ത്യൻസാക്കും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇതാണോ ദൈവവചനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല? അതാണ് വിഷയം. എന്താ കാര്യം? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഒരു പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല. ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും ശിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തുടയിലെ ചോര അറുത്ത് കൊടുത്താണ്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. ഇവിടെ ഒരു മൂല്യത്തിന് ഒരു പഞ്ഞവുമില്ല. പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? തൻ്റെ ഏകജാതനെ നൽകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. 3:16. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 3:16. ഓക്കെ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എല്ലാ ബൈബിളും മൊത്തം A to Z, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രൈസ് ചെയ്ത് ഒരൊറ്റ വാക്കി വെച്ചിരിക്കുകയാണ്. അത് ധ്യാനിക്കും തോറും നമുക്കിങ്ങനെ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്തിപ്പിടിക്കണ പോലെ തോന്നിക്കുകയാണ്. ധ്യാനിക്കും തോറും നമുക്ക് കത്തിപ്പിടിക്കും. എന്താ സംഭവിക്കണം?
തൻ്റെ ഏകജാതനിൽ പറഞ്ഞേ തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനായി ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. പിതാവിൻ്റെ ഏകജാതൻ എന്നുള്ള ഒരു ആശയം, ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് നശിച്ചു പോയ കൂട്ടത്തിലാണ്. നിത്യത ഇല്ലാത്തിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെയുള്ള മർത്യതയാണുള്ളത്. അത് കഴിയുമ്പോൾ പട്ടി, പാണൻ, കഴുത, പൂച്ച, മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും. ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. എന്താണ്? തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ പിന്നെന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഇത് വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ ഈ ധ്യാനം കൂടുന്നത്. വിശുദ്ധ വാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യമേ ഉള്ളൂ. എന്താണ്? ഈ നമ്മൾ അനുതാപപ്പെടുന്നു. 14 പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു, അടുത്ത കടന്ന് ചായയും കൊടുത്തിട്ടുണ്ട്, അടുത്ത പള്ളിയിൽ പോകുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ? കർത്താവിൻ്റെ പീഡാനുഭവവും പങ്കപ്പാടും അല്ല നമ്മുടെ ധ്യാന വിഷയം. എന്താ വിഷയം? ഈ പീഡാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. അതാണ്, ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് കാരണമായി വന്നത്. അത്രമാത്രമെന്നാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ തൻ്റെ ഏകജാതനെ നൽകാനെന്ന് വെച്ചാൽ കുരിശിൽ ഏൽപ്പിക്കാൻ തക്കവിധം. അപ്പോൾ നമ്മൾ കുരിശിനെക്കുറിച്ചും കുരിശിൻ്റെ വഴിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ആളാരാണ്? പരപിതാവിൻ്റെ സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾ, അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങളും എല്ലാം ദൈവസ്നേഹത്തിന് പകരമായിട്ട് നമ്മളുടെ ഒരു സ്നേഹപ്രവൃത്തികളായിട്ട് വരണം. ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇപ്പോൾ വിശുദ്ധ വാരത്തിൽ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നു, കുമ്പസാരിക്കുന്നു, നഗരി കാണിക്കലിന് പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം അനുഷ്ഠാന പ്രകാരമുള്ള ആചാരവിധികളിലുള്ള ആധ്യാത്മികതയുടെ അനുഷ്ഠാന വിധികളാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുന്ന വ്യക്തിക്ക് അതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കണം. അല്ലാതെ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കുറേ കാര്യം കാണുന്ന കാഴ്ചക്കാരനെ പോലെ നിനക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. പക്ഷെ മറിച്ച് നീ അതിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവസാനത്തെ ദൈവത്തിന് സാധ്യമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശും മരണവും. ഇത് കാണുമ്പോൾ കർത്താവേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഈ വിശുദ്ധ വാരത്തിൽ നിന്റെ പീഡാനുഭവങ്ങളെ, നിന്റെ ചമ്മട്ടിപ്പാടുകളെ, നിന്റെ മുൾക്കിരീടത്തെ, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ, അതിൽ നിന്നൊഴുകുന്ന വിശുദ്ധ രക്തത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി സഹിച്ച നിന്റെ സഹനങ്ങളുടെ അന്തർധാരയായ ദൈവസ്നേഹത്താൽ ക്രിസ്തുവിലൂടെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ ആഘോഷിക്കുന്നത് മറിയത്തിൻ്റെ ക്രൈസ്താനുഭവമാണ്. മറിയത്തിൻ്റെ ക്രൈസ്താനുഭവം. കാരണം ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മറിയത്തെ ക്രിസ്തുവാനുഭവത്തിൻ്റെ ഒരു ഉച്ചയും ഉറവയുമായിട്ട് നമ്മൾ കാണാൻ കാരണം? മറിയത്തിൽ നിന്നാണ് ക്രിസ്താനുഭവം നമുക്ക് സാധാരണ മനുഷ്യന്, ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിലോ അല്ല അത് വേറെ ഒരു ന്യൂനപക്ഷമാണ് സഭയിലുള്ളത്. സഭയിലുള്ള കോമൺ പീപ്പിൾ 99% അവരെ സംബന്ധിച്ചിടത്തോളം മറിയമാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും നമുക്ക് ലഭ്യമായ സാധ്യതയുടെ സാക്ഷാത്കാരം. ക്രിസ്തുവിൻ്റെ സാധ്യതകളെ ഏറ്റവും അടുത്തറിഞ്ഞത് ആരാണ്? മറിയമാണ്. ക്രിസ്തുവിൻ്റെ നമ്മൾ ഉടമ്പടിയിലൂടെ ചിന്തിക്കുന്നത് എന്താണ്? മറിയം അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സാധ്യതകളെ നമ്മുടെ അനുദിന സങ്കടങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ അന്വേഷിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ദൈവം ഏകജാതനേ മനുഷ്യനുമേ ക്രൂശിന്റെ മാറിൽ പാപിയോരെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു. എന്റെ ദൈവം മറിയം വചനത്തിൻ്റെ ഒരു ഉപാസകയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി പുരോഗമിക്കാനും ഉടമ്പടി വളരാനും നല്ലത് മറിയത്തിനെ മാതൃകയാക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ടോക്കിൽ ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ ആധ്യാത്മികത പലപ്പോഴും ഉടമ്പടി കയറി വരുന്നില്ല. അപ്പോൾ ഞാനത് ദിവസങ്ങളിൽ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. കാര്യം പണ്ട് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരു മരിയൻ ധ്യാനമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് അതിൻ്റെ പുതിയ വെളിപ്പാടുകൾ. അവർക്കൊരു മറിയത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് ഓൾ റെവലേഷൻസ് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, മേരി മദർ ഓഫ് ഗോഡ്, മറിയത്തിൻ്റെ സുവിശേഷം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വലിയ ബുക്ക് തന്നെ ഉണ്ട്, ഇത് മേടിക്കാൻ കിട്ടും. അതെല്ലാം ഈ മരിയൻ വെളിപാടുകളാണ്. അത് ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ക്രിസ്തുവിൻ്റെ ശക്തി ടാപ്പ് ചെയ്യണത് ഉടമ്പടിയിലൂടെ. കാര്യം ക്രിസ്തുവിനെ അറിയാനും ഇപ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഈ ദിവസങ്ങളിൽ ഈശോ കുർബാനയെ ബലിപീഠത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് റെവലേഷൻ എന്താണ്? ഒരേ ഒരു റെവലേഷൻ അല്ല, ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ടോപ്പ് റെവലേഷൻ, വലിയ വെളിപാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യാക്കോബിൻ്റെ ഭവനത്തിൽ, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ് അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അനുഭവം എന്താണ്? അവൻ അവൻ വലിയവനായിരിക്കും. ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 1:32-33. ലൂക്കാസ് സുവിശേഷം 1:32-33. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളിലെ കാതല് ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. മറിയമാണത് ആദ്യം അനുഭവിച്ചത്. മറിയത്തിനെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ നിർത്തി വളർത്തി ആളാണ് ക്രിസ്തു. മനുഷ്യപുത്രനെ ക്രിസ്തു വിശ്വാസപൂർവം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വയറ്റിലിട്ട് വളർത്തി, പിന്നെ വീട്ടിൽ നിർത്തി വളർത്തിയ ആളാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അൾട്ടിമേറ്റ് നോളജ് റെവലേഷനിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ പിന്നെ മറിയത്തിന്, അതുകൊണ്ട് മറിയം ഈ വലിയ ക്രിസ്തു താൻ വയറ്റിലിട്ട് വളർത്തിയിരിക്കുന്നയാൾ, പ്രസവിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്ന വളർത്തിയിരിക്കുന്നയാൾ, അവനെക്കുറിച്ചുള്ള ദേവപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മളെ അനുദിന വിഷമങ്ങളിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ ജപ്തി നടപടിയുണ്ട്. നമുക്ക് മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. കുറേ അധികം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം സാക്ഷി ഇനിയിപ്പോൾ വരാൻ പോണതല്ലേ ഉള്ളൂ. അതേസമയം തന്നെ എനിക്ക് സാമ്പത്തിക മേഖലകളിലെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാര്യം പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ട് മനുഷ്യനിങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴേ അവന് അതിൻ്റെ കൂടെ വേറെ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജപ്തി പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാ. അങ്ങനെ ലോകത്ത് ഒരിടത്തും ആവശ്യപ്പെടത്തില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്, നിങ്ങളെ കൃപാസനത്തിൽ വരാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജപ്തി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യന്മാർ സാമ്പത്തിക സ്ഥാപനങ്ങളല്ലേ അത് പറഞ്ഞിരിക്കണത്, അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും വലിയ ജപ്തി മനുഷ്യരാശിയെ ജപ്തി ചെയ്തിരിക്കുന്ന സാത്താനാണ്. അവൻ്റെ ജപ്തിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയത് അവൻ്റെ വിശുദ്ധമായ രക്തമാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ ചീള് കാര്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ പേപ്പർ മാതാവിനെ കാണിക്കാമെന്ന് പറയും. അതാണ് വിഷയം, എൻ്റെ വിഷയം. ആ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ വളരെ സീരിയസാണ്. നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്, അത് ചെല്ലും. എന്നിട്ട് നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ഏൽപ്പിക്കും. അത് നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഒരു ആൾക്കാർ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യണം. അല്ല, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമല്ല, മറിയം ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് മറിയം ചെയ്തത്? എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് മറിയത്തിന് അറിയാം വലിയവനാണെന്ന്. എലിസബത്ത്, പരിശുദ്ധാത്മാവ് എലിസബത്തിനെ കാണാൻ വേണ്ടി അമ്മ തിടുക്കത്തിൽ ചെല്ലുമല്ല. അത് തിടുക്കത്തിൽ വായിച്ചത് ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ മറിയത്തിൻ്റെ ഒരു മൗലികമായ ഒരു ആക്ഷൻ മോഡാണിത്. എന്താണ്? ആള് തിടുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഉടനടി പരിഹാരം എന്നൊക്കെ ഞാൻ ആദ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തിടുക്കം എനിക്കറിയാം, തിടുക്കത്തെക്കുറിച്ച്. സത്യസന്ധമായിട്ട് ഒരു മനുഷ്യത്തി ഉടമ്പടി ചെയ്തെങ്കിൽ അമ്മ ആ വിഷയത്തെ തിടുക്കം കാണിക്കുമെന്നറിയാം. അതുകൊണ്ട് ഉടമ്പടി ഉടനടി ഇല്ല, പിന്നെ ഇങ്ങനെ പരിഹാരം ഉണ്ട്. അതാണ് വിഷയം. അമ്മ ആ തിടുക്കം കാണിക്കുമെന്നറിയാം. അമ്മയ്ക്ക് അല്ലെങ്കിലും തിടുക്കമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ വരുമ്പോഴോ ഇപ്പോൾ ഈ യേശു വലിയവനായിരിക്കും എന്നുള്ളത് അമ്മയ്ക്കറിയാം. പക്ഷേ ഈ വലിപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറിയൻ ആലോചനകൾ. മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നബാധിതമായ ഒരു മനുഷ്യൻ്റെ ഒപ്പം നടന്നും ഒപ്പം നിന്നും ചിന്തിക്കുന്ന ആളാണ് മറിയം. അങ്ങനെ ആരുമില്ല ബൈബിളിൽ അത്രയും കൃത്യമായിട്ട്. മനുഷ്യൻ്റെ അനുദിന പ്രശ്നങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ട് അവൻ്റെ ഒപ്പം തലക്ക് തീ പിടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഉപ്പുകുറ്റിക്ക് തീ പാറിക്കൊണ്ട് ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് മറിയം. അങ്ങനെ ഈ വലിയവനായിരിക്കുന്ന യേശുവിനെ എങ്ങനെ മനുഷ്യൻ്റെ അനുദിന വിഷയത്തിൻ്റെ അകത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി അതിനെ പ്രയോഗിക്കാൻ കഴിയും എന്ന് കാനായിൽ ഒരു ആകസ്മികമായിട്ട് ചിന്തിച്ച ആളല്ല. മറിയത്തിൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു എല്ലാ കാലങ്ങളിലും. എങ്ങനെ മറിയത്തോടല്ല പറഞ്ഞത്, ഇവൻ ഔസേപ്പിതാവിനോടല്ല പറഞ്ഞത്, അവൻ വലിയവനായിരിക്കുമെന്നാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവൻ വലിയവനായിരിക്കും. എന്തിനു വേണ്ടി അവൻ വലിയവനായിരിക്കും? അവൻ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രമാണോ? അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പരിഹാരത്തിനും അവൻ വലിയവനായിരിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞിരിക്കുന്നത്. കൈയടിച്ച് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും വലിയവനായ കർത്താവിന്റെ ശക്തി ശക്തനായ
സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, അതായത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി മറിയം കാണിച്ച ഒരു തിടുക്കമുണ്ട്. ഈ തിടുക്കം തന്നെയാണ് അമ്മ വലിയവനായ ക്രിസ്തുവിനെ മനുഷ്യൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരു പഴുത് നോക്കി നടന്നതുപോലെയാണ് കാനായിലെ കല്യാണം വന്നു ചേരുന്നത്. കാനായിലെ കല്യാണം വസ്തുത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സർക്കസ് സെൻസ് മാതാവ് ഇതേ ചിന്തയോടുകൂടി നടന്ന് ക്രിസ്തു വലിയവനാണെന്ന് അമ്മയ്ക്കറിയാം. ഈ വലിമ മനുഷ്യന് മനസ്സിലാകുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതയെ പ്രയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മനുഷ്യൻ അവൻ്റെ സങ്കടങ്ങളിൽ സമാശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരൂപമായി അനുഭവിക്കുന്ന ദൈവിക പദ്ധതി അമ്മയ്ക്ക് ഒരു ചെവിട്ടോർമ്മ പോലെ ചൊല്ലിക്കൊടുത്തതുപോലെ അമ്മ ഒരു പഴുതു നോക്കി നടക്കുകയായിരുന്നു. എപ്പോഴാണ് ഈ വലിയവനായ യേശുവിനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആക്കുക. അങ്ങനെ നടക്കുന്ന കാലത്താണ് കാനായിലെ കല്യാണം ഒരു പെട്ടെന്നിങ്ങനെ ഈ പാല് കടയുമ്പോൾ വെണ്ണ വന്ന പോലെ പൊന്തി വന്നത്. അവസരം പൊന്തി വന്നതാണ്. ആ അവസരം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വേറെ ആ വിഷയം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ്, അത് വലിയൊരു വിഷയമല്ല, ഒരു ചെറിയൊരു പഴുതാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി, വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീരും. അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കുക, അല്ലെങ്കിൽ 3-4 വീട്ടിൽ പോയി പെട്ടെന്ന് അവിടെ ഉള്ള വീഞ്ഞ്, അവിടെയൊക്കെ വീഞ്ഞുള്ള സ്ഥലമാണ്, ഞാനും പോയതാ. അവിടുന്ന് കുറേ വീഞ്ഞ് അവിടുന്ന് പോയപ്പോൾ കൊണ്ടുവരികയും ചെയ്തു ഇവിടെ. കാര്യം അതല്ല, അതോട് അവരുടെ ബിസിനസ്സാണത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പഞ്ഞമൊന്നുമില്ല ഈ സംഭവം, അടുത്ത വീട്ടിൽ പോയി സംഭവം കിട്ടും. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അവിടെ. അല്ലെങ്കിൽ വിലക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ഈ രണ്ട് സംഭവം ചെയ്യാതെയാണ് അമ്മ ഈ വിഷയം വലിയവനായ യേശുവിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമാകാനുള്ള സാധ്യത അമ്മ കണ്ടുപിടിച്ച ഒരു പോംവഴിയാണ്. നമ്മൾ അമ്മയെ വിളിക്കണത് എന്താണ്? ദിവ്യരഹസ്യങ്ങളുടെ എന്താ വിളിക്കണേ? റോസാപുഷ്പം. ഞങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുനാളൊക്കെ വീട്ടിൽ അമ്മ പറയണത് വ്രതപുഷ്പമേ എന്നൊക്കെ പറയും. എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ദിവ്യരഹസ്യങ്ങളുടെ വ്രതപുഷ്പമേ എന്നുവെച്ചാൽ തമിഴാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം, കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥന പൊതുവേ ഒരു 100 കൊല്ലം മുമ്പ് ഒരു തമിഴായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തമിഴിൻ്റെ പ്രാർത്ഥന പതുക്കെയാണ് ഇപ്പോൾ മലയാളത്തിലായത്. കാര്യം കേരളം തമിഴൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിനോട് ആ കാലങ്ങളിലെല്ലാം പഴയ വേദപാഠങ്ങളെല്ലാം തമിഴായിരുന്നു. അപ്പോൾ അത് ദൈവരഹസ്യങ്ങളുടെ വ്രതപുഷ്പം. ഞാൻ സെമേരി ചെന്നപ്പോൾ പഠിച്ചത് ഈ വ്രതപുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമേരി ചെന്നപ്പോൾ ഇംഗ്ലീഷ് റോസ് ശരിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞാൽ എന്താണ്? മിസ്റ്റിക് റോസ്, പ്രേ ഫോർ അസ് എന്നുവെച്ചാൽ ദിവ്യരഹസ്യങ്ങളെ ഒരു തേൻ പോലെ ഒരു പനിനീർ പൂവിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അമ്മ. അമ്മ ഒരു പനിനീർ പൂവാണ്. ആ പനിനീർ പൂവിൽ ദിവ്യരഹസ്യങ്ങളുണ്ട്. തേന് പോലെ ഇരിക്കണ പൂവിൽ എങ്ങനെയാണ് തേനിരിക്കുന്നത് അതുപോലെ പരിശുദ്ധ മറിയമാവുന്ന സ്വർഗീയ പുഷ്പത്തിലെ തേനുണ്ട്. എന്തിൻ്റെയാണ്? ദിവ്യരഹസ്യങ്ങൾ. ദിവ്യരഹസ്യം എന്താണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ആർക്കാണ് പകർന്നു കിട്ടിയിരിക്കുന്നത്? മറിയത്തിനാണ്. എന്താണ്? അവൻ വലിയവനായിരിക്കും. അതാണ് രഹസ്യമാണത്. അത് രഹസ്യമാണ്. ഈ രഹസ്യം, അത് അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യമാണ് അമ്മ കാനായിലെ അത് പരസ്യമാക്കുന്നത്. ഈ രഹസ്യമില്ലേ, അതായത് ഇവൻ വലിയവനായിരിക്കും എന്നുള്ള ദിവ്യരഹസ്യം, അതാണ് ദിവ്യരഹസ്യങ്ങളുടെ പനിനീർ പുഷ്പമേ. അപ്പം ഈ രഹസ്യത്തെയാണ് അമ്മ അവൻ വലിയവനായിരിക്കും. ഈ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ അമ്മ ബലഹീനനായ മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും അതിജീവനത്തിനുമായിട്ട് അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി, ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, മനുഷ്യൻ്റെ എല്ലാ സർവ്വതോന്മുഖമായ വീണ്ടെടുപ്പുകൾ,
നിലവിൽ വരുത്താൻ വേണ്ടി അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വളരെ അത്രയ്ക്ക് വലിയ ആഡംബരമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടിയ പഴുത് അമ്മ തിടുക്കത്തിൽ ഉപയോഗിക്കുകയാണ്. അവിടെയും തിടുക്കമാണ്, പെട്ടെന്നല്ലേ ഈ സംഭവം നടക്കുന്നത്. അവർ അടുത്ത വീട്ടിൽ പോയി വാടകയ്ക്ക് വീഞ്ഞും കാവിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ ഇവിടെ കാര്യം സാധിച്ചു. അതാണ് അവിടെ തിടുക്കം കാണിക്കുന്നുണ്ട്. അതായത് അടുത്ത വീട്ടിൽ പോയി ആ വീട്ടുകാർ വീഞ്ഞ് തീരാൻ പോണെന്ന് കണ്ടപ്പോൾ തന്നെ ഇത് അമ്മയ്ക്കറിയാം, ഇത് ഇവർ വീഞ്ഞ് തീരാൻ പോണ എങ്ങനെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത കാരണം അവർ വേറെ മാർഗങ്ങൾ ഉപയോഗിക്കുമെന്നറിയാം. അതാണ് വിഷയം. അവിടെ ക്രിസ്തുവിനെ അറിയാത്ത വീടാണത്. ക്രിസ്തുവിനെ അറിയാത്ത വീട്ടിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരറിഞ്ഞു കഴിയുമ്പോൾ, വിവാഹത്തിൻ്റെ ശോഷണം അറിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ വേറെ ക്രിസ്തുവിനെ ഇതരമായിട്ടുള്ള വേറെ മാർഗ്ഗങ്ങൾ വായ്പ വാങ്ങിക്കുകയോ വിലക്ക് വാങ്ങിക്കുകയോ എന്ന് അറിയാം, അവർ ചെയ്യുമെന്നറിയാം. അതിന് മുമ്പ് തന്നെ ഒരു തിടുക്കം കാണിക്കും. ഇവിടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി അതേ തിടുക്കം തന്നെ. ദൈവത്തിലെ ഓർക്കുക, നിൻ്റെ വിഷയത്തിനും നീ ഒരു ബൗദ്ധികമായ പരിഹാരം നീ കണ്ടെത്താൻ ഉള്ള സാവകാശത്തിന് മുമ്പേ മറിയം കാണിക്കുന്ന തിടുക്കത്തിന്റെ പേരാണ് ഉടമ്പടി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം വലിയ വെളിപാട് നന്ദി പറയുന്നു. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ദേവപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായിത്തീരും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായിത്തീരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും മനസ്സിലാക്കണം, മറിയം ഇപ്പം കാനായിലൊക്കെ വലിയ വിവാഹ വിരുന്നിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ അന്വേഷിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? മറിയം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കൊപ്പമാണ്. മറിയം ക്രിസ്തുവിനൊപ്പമാണ്. അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ ആ വലിമ എന്തു ചെയ്യും? നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യത, അതിനുള്ള പഴുത് ഓരോ നിമിഷവും അന്വേഷിക്കുന്ന ആളാണ്. അതിനുള്ള തിടുക്കം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയണത് പോലെ ചെയ്യുക. ആ തിടുക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പിടികിട്ടിയ ഉടമ്പടി എപ്പോഴും കത്തണത് ഇങ്ങനെയാണ്. മറിയമ്മത്തിന് ഒരു തിടുക്കമുണ്ട്. മനുഷ്യൻ ബൗദ്ധികമായ മാനുഷികമായ മാർഗങ്ങൾ അന്വേഷിക്കുന്ന മുമ്പേ യേശുക്രിസ്തുവിനെ ആ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുക എന്നുള്ള മറിയത്തിൻ്റെ സ്വാഭാവികമായ മാതൃകയ്ക്ക് മറിയത്തിന് ഇച്ഛാശക്തിയുണ്ട്. പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നതിന് നമ്മളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെയുള്ള ഒരു തിടുക്കം ഉണ്ടാകണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, നിങ്ങളുടെ പ്രശ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളൊരു തിടുക്കം നമുക്ക് തിടുക്കം ഉണ്ടാക്കാൻ പറ്റും. രണ്ട് തരത്തിലാണ് തിടുക്കം വരുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു തിടുക്കം ഉണ്ടാക്കാൻ പറ്റും. എന്താണ് കാരണം? നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്ന കക്ഷികളാണ്. അവിടെ ഇൻടേക്കിൻ്റെ അകത്ത് അവർക്ക് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി പറ്റാൻ വേണ്ടി ഒരു തിടുക്കമുണ്ട്, അല്ലേ? ഒരു തിടുക്കം. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് തിടുക്കം ഉണ്ടാക്കണത് എന്താണ്? സെപ്റ്റംബറിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഫെബ്രുവരിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന തിടുക്കമാണ്. ഞാൻ എന്താ ചെയ്യണത്? എപ്പോഴും നിങ്ങളുടെ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള തിടുക്കത്തെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ദൈവസ്നേഹം ഇൻഡക്റ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഇതിലേക്ക് ദൈവസ്നേഹം തരും. എന്താ കാര്യം വെച്ചാൽ, മറ്റൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ഇൻടേക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ തിടുക്കം പോവും. അശംപ്ര മനസ്സിലായില്ലേ? എൻ്റെ ടെക്നിക്കലായിട്ട് കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജപ്തി നടപടി മാർച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിടുക്കമില്ല. ഈ മാനുഷിക തിടുക്കം, മെറ്റീരിയലായിട്ടുള്ള തിടുക്കത്തിൻ്റെ കുഴപ്പം അത് കണ്ടീഷണലാണ്. അതൊരു വിഷയവുമായിട്ടും ഒരു സീസണലായിട്ടുള്ള തിടുക്കമാണ്. നിങ്ങളുടെ ഇൻടേക്ക് കഴിഞ്ഞു, സെപ്റ്റംബറിൽ കിട്ടിയില്ല, അതിന് കുഴപ്പമില്ല, ഇപ്പോൾ ഫെബ്രുവരിയല്ലേ, അതിനനുസരിച്ച് പോയി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ തിടുക്കം പോയി. പക്ഷേ ആ തിടുക്കമല്ല നമുക്ക് വേണ്ടത്. ഒരു വിഷയബന്ധിതയായ തിടുക്കമാണ് നിങ്ങൾക്കുള്ളത്. മറിച്ച് എനിക്കറിയാം നിങ്ങളുടെ തിടുക്കം മെറ്റീരിയലാണെന്നറിയാം.
നിങ്ങൾ ആ വിഷയം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിടുക്കം കുറയും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ തിടുക്കം കൂട്ടുകയും തിടുക്കം കുറയ്ക്കുകയും ചെയ്യുന്നത് ആരോടാണ്? ദൈവത്തോടല്ലേ. അതാണൊരു കുഴപ്പം. ഇതിൽ വരുന്നൊരു അപകടം അതാണ്. നിങ്ങളിപ്പോൾ ജപ്തി മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തിടുക്കം കാണിക്കുന്നത്. ജപ്തി മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ആ പഴയതുപോലെയുള്ള ഫെർവൻസ് ഇല്ല. എന്താ കാര്യം? നിങ്ങളുടെ തിടുക്കമെല്ലാം ഒരു വിഷയത്തെ ബന്ധിതമായിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഞാനെന്താ ചെയ്യണത്? ഞാൻ പലപ്പോഴും ചെയ്യണത് നിങ്ങളുടെ തിടുക്കം വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് വ്യക്തിയിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും. വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് ക്രിസ്തുവിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും. എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹത്താൽ കൊടുക്കാൻ പറയും. അല്ലാതെ നിങ്ങളെ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തെ അല്ല നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യവും, പത്രം കൊടുത്താലും വെയിൽ കൊണ്ടാലും അതിനുവേണ്ടി മഴ കൊണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാഴ്ചവെക്കാൻ പറയും. എന്തിനറിയാവോ? എനിക്ക് നിങ്ങളുടെ തിടുക്കത്തെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ബന്ധപ്പെടുത്തി നിർത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് അതങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കും. മറ്റത് വിഷയബന്ധിയാണ്, സീസണബിളാണ്. നിൻ്റെ ജപ്തി നടപടി മാറുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും നിങ്ങളുടെ തിടുക്കം കുറയും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻസ് നമുക്ക് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമായിരിക്കും, പക്ഷേ പരിമിതികളുണ്ട്. അതിനെ ദൈവത്തിന് അറിയാൻ പറ്റും. ഓർഡർ തമ്മാവ അറിയാം. ഇത് വെറുതെ വിഷയത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്, വയറ്റിപ്പഴപ്പ് പരിപാടിയാണ്, എനിക്ക് അതിൻ്റെ അകത്ത് റോളില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ പിന്നെ ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ ലാഗാകും. ഇപ്പോൾ ഉടമ്പടിയെ നിങ്ങൾ ആവശ്യമില്ലാതെ ലാഗ് ആക്കരുത്. അത് വിഷയബന്ധിയോ സീസണബിളോ ആയിട്ട് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തിടുക്കവും അതുപോലെ വരും. മറിച്ച് അത് അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ഫോർമാറ്റിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യാൻ പറയും. എല്ലാം ഇപ്പോൾ കാര്യം ഞാൻ അങ്ങനെ ചെയ്യണതല്ല, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ ചെയ്യണത്. അതെനിക്ക് ആരും ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞു തന്നതല്ല. എനിക്ക് പണ്ട് മുതലേ അച്ഛനായ കാലം മുതൽ മനസ്സിലാകുമായിരുന്നു, ഇവിടുത്തെ മെയിൻ എന്ത് കാര്യം ചെയ്താലും അത് ദൈവസ്നേഹമാണ്. അല്ല സഭയെ ഒപ്പിക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന സാങ്കേതിക വിഷയങ്ങളാണ്. അതല്ല, സഭയെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം അതിൻ്റെ ബേസിക്കായിട്ടുള്ള ദൈവസ്നേഹമാണ് വരേണ്ടതെന്ന്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ ഈ കണ്ടൻറ് ഓഫ് ലവ് വർത്തിക്കാൻ നോക്കണം. പറഞ്ഞു എന്നാൽ എളുപ്പമാണ് ഈ സംഭവം. അങ്ങനെ ദൈവത്തിന് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തോന്നുകയാണ്, നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ വക്താവാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരിക്കലും ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു, ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നിങ്ങൾ എവിടെ പോയാലും ഞാൻ അത് ഉടമ്പടിയിലുള്ളതല്ലേ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം എന്താണ്? അത് ഉടമ്പടിയിലുള്ളതാണ്. അത് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു പ്രശ്നമുണ്ട്. ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഉടമ്പടിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ അകത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ജോഷോ 1:9 ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവ് പിരിയാൻ നേരത്ത് സ്വർഗ്ഗാരോഹണ സമയത്ത് പറഞ്ഞ് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണിത്. അത് ഗ്യാരണ്ടീഡാണ്. യു ഗോട്ട് ദ പോയിന്റ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ടെക്നിക്കായിട്ട് പഠിക്കണം. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പുറപ്പാട് 3:14 ജോഷുവ 1:9 അതുപോലെ തന്നെ 28:20 മത്തായി 28:20 കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പക്ഷേ ഈ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രസൻസ് ഗ്യാരണ്ടീഡാണ്. പക്ഷെ കാര്യം ഇതിനകത്ത് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവം. ഞാൻ മനസ്സിലായില്ലേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. എന്താ കാര്യം? അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല, അവനെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. ഇത് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതെന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ റിസ്ക് എന്താ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഷുവർ, 100% certain ഷുവർ. പക്ഷേ ഇത് അനുഭവവേദ്യമാകുക എന്നുള്ള വിഷയം എന്ന് പറയുന്നത്
നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് വിഷയം. നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ട് അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൻ്റെ വിഷയം എന്താണ്? ഞാൻ നോക്കണത് എന്താണ്? ഞാൻ ഇതൊരു സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ്. ഞാൻ ആ വ്യക്തിപരമായിട്ട് ആൾക്കാരെ കണ്ട് കൗൺസിൽ ചെയ്തില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് പറയണത്. ഈ സോഷ്യൽ കൗൺസിലിലൂടെ തന്നെയാണ് ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത്. കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അച്ഛനത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അതിനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പറയും. അത് സോഷ്യൽ കൗൺസിലിംഗ് ബോധ്യം കിട്ടി. അച്ഛൻ കൊടുത്ത അറിവ് അവർക്ക് അനുഭവമായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമായി, സാക്ഷ്യം സന്തോഷമായി, പിന്നെ സന്തോഷം സ്വർഗമാകും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ ഇതൊരു അച്ഛൻ പറയുന്ന എല്ലാ കൗൺസിലിംഗ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ ധാരണ തരികയാണ്. എന്താണ്? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, അത് വാഗ്ദാനമാണ്, ഗ്യാരണ്ടീഡാണ്. പക്ഷേ ഗ്യാരണ്ടി അല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ? അതാണ് വിഷയം. അതാണ് വിഷയം. കാര്യം പാപം ചെയ്യുന്ന പാപത്തിന് അടിമയാണ്. അടിമ ഒരിക്കലും വീട്ടിൽ വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ കർത്താവ്. ഒരുമിച്ച് പാടാം. യോഹന്നാൻ 8:34-35. യോഹന്നാൻ 8:34-35. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. ഇതാണ് പ്രശ്നം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് 100% ഗ്യാരണ്ടീഡാണ്. ഗ്യാരണ്ടി അല്ലാത്ത കാര്യം എന്താണ്? പാപം ചെയ്യുന്നവൻ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല, കർത്താവിൻ്റെ കൂടെ വസിക്കുന്നില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി പാപത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. പാപത്തെ അഡ്രസ്സ് ചെയ്യണതും പാപത്തിൻ്റെ പടിപടിയായിട്ട്, അതായത് പാപത്തെ നമുക്ക് തലയിലെ പേൻ പെറുക്കി കളയണ പോലെ പെറുക്കി കളയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ മരുന്ന് തരണത്. മനസ്സിലായില്ലേ? ദൈവസ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ദൈവസ്നേഹത്തിന് 2 ഇഫക്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു വ്യക്തി, ഒരു ആത്മാവിൽ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ 2 ഇഫക്റ്റ് ഉണ്ടാവും. ഒന്ന്, പാപം ചെയ്യാനുള്ള വാസനകളുടെ മേൽ ദൈവം അഭിഷേകം തരും. അത് ദൈവം നേരിട്ട് തന്നതാണ്. അതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതായത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആന്തരിക അഭിഷേകം നമുക്ക് തരും. ഈ ജീർണവസ്തുവിനെക്കുറിച്ചും പാതാളത്തിൽ തള്ളുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധ്യാത്മിക ജീർണതയും അവിടെ വിഷയമാണ്. ശരിക്കും നമ്മുടെ ആധ്യാത്മിക ജീർണതയെ പ്രതിരോധിക്കുന്നത് ഈ എൻ്റെ നിർമ്മലൻ എന്നുള്ള സ്റ്റാറ്റസിലാണ്. ആരാണ്? മനസ്സിലായില്ലേ? ആധ്യാത്മിക ജീർണത. നമ്മളിപ്പോൾ ചില ധ്യാനകേന്ദ്രങ്ങളൊക്കെ നിങ്ങളുടെ പാപം 150 പാപം 560 പാപം കൊണ്ടുപോകാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാന്നൊക്കെ പറയും. കത്തിച്ചാൽ ഈ പന്നികൾ അത് തന്നെ ചെയ്യുകയും ചെയ്യും വീണ്ടും. അങ്ങനെയുള്ള സൂത്രപ്പണികളും അഭ്യാസങ്ങളും ഒന്നും കൊണ്ട് പാപത്തെ നയിക്കാൻ പറ്റത്തില്ല. പാപത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവസ്നേഹം വളർന്നിരിക്കണം. ദൈവസ്നേഹം വളർന്നാൽ 2 ഇഫക്റ്റ് വരും. എന്താ ഇഫക്റ്റ് പറയുന്നത്? ഒന്ന്, ദൈവത്തിനൊരു റിസ്ക് ഉണ്ട്. എന്താണ്? എൻ്റെ നിർമ്മലൻ ആധ്യാത്മിക ജീർണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് അഭിനിറ്റി കുറയും, താല്പര്യം. പാപം ചെയ്യാനുള്ള ഒന്നെങ്കിൽ 2 തരത്തിൽ, ഒന്നെങ്കിൽ ഒരു പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇരിക്കാനുള്ള സാധ്യതയെ ദൈവം ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പറയുക? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൈയടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. നിധേ തന്നിൽ നിന്നും തള്ളിക്കളയരുതേ പരിപാലനേ എന്നിൽ നിന്നും തിരികെ നിർമ്മലമായ ഹൃദയമിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മുടെ ആധ്യാത്മിക ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഈശോ ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നു. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഇല്ലേ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആണ് ഈശോ. കാരണം ഈശോ മാത്രമേ ഈ രഹസ്യം പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് രഹസ്യമാണ്. ഈശോ എന്തെല്ലാം രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞ മൊത്തം രഹസ്യമാണ്. ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെ നിഗൂഢമായിരിക്കുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ്? അവൻ രഹസ്യമാണ്. ഇത് രഹസ്യമാണ്. നമുക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവൻ നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈശോ പറയണത്. നിങ്ങൾക്ക് സത്യസന്ധമായി ദൈവത്തിൻ്റെ നിർമ്മലയായിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളരണം. ദൈവസ്നേഹത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് വളരേണ്ടത്. കാര്യം എന്താണ്? ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ്. ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ മുൾക്കിടം നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ കരചരണങ്ങളെ ആണിപ്പഴും നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ ഹൃദയത്തിലെ തിരുവിലാവിലെ മുറിവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ പാഷനെ പറ്റി അധികമായി ധ്യാനിച്ച് ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൻ നിഴലാണേ എന്നെ കുരിശോളം